മൂന്ന് ചേരുവകൾ മാത്രമാണ് ഈ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല തിക്കോടെയും നല്ല നീളമുള്ള മുടിയായിട്ട് മാറാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മുടിയുടെ അകാലനരയുണ്ടായ വിഷമിച്ചിരിക്കുന്നവർക്കും മുടി കൊഴിച്ചിലുണ്ടാവുന്നവർക്ക് എല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഹെയർ ഓയിലാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിൽ ഓയിൽ എങ്ങനെ തയ്യാറാക്കാമെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മള് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടി നമുക്ക് 1/2 കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട്, കരിഞ്ജീരകം മേടിച്ചിട്ടുണ്ട്, നെല്ലിക്കാപ്പൊടി മേടിച്ചിട്ടുണ്ട്. നെല്ലിക്കാപ്പൊടി പൊടിച്ചിട്ടാണ്, നെല്ലിക്കാപ്പൊടി പൊടിച്ചിട്ടാണല്ലോ, നെല്ലിക്കാപ്പൊടിയാണ് ഞാൻ മേടിച്ചത്. പിന്നെ കരിഞ്ജീരകം വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, നോർമലായിട്ടും ചേർക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കരിഞ്ജീരകം. ഞാനൊന്ന് ജാറിനകത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കരിഞ്ജീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ വേരുകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കരിഞ്ജീരകം വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റുന്നതും കരിഞ്ജീരകം യൂസ് ചെയ്യുന്നതോടെ നമുക്ക് വളരെ ഉപകാരപ്പെടും. കരിഞ്ജീരകം മുടിവേരുകൾ മെലിയുന്നത് തടയുകയും മുടി കൊഴിച്ചിൽ കാര്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു. തലയോട്ടിലെ കോശങ്ങളെ ഉണർത്തി മുടി കുറവുള്ള ഭാഗങ്ങളിൽ പുതിയ മുടി വളർത്താനും നമ്മുടെ കരിഞ്ജീരകം സഹായിക്കും. അതുകൊണ്ട് തന്നെ താരനും ചൊറിച്ചിലും മാറ്റുന്നു. ആന്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതിനാൽ തലയിലെ താരൻ, ചൊറിച്ചിൽ, മറ്റ് അണുബാധകൾ എന്നിവ പൂർണ്ണമായി മാറ്റാൻ നമുക്ക് കരിഞ്ജീരകം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കും. പിന്നെ നമുക്ക് വേണ്ടതാണ് നെല്ലിക്കാപ്പൊടി. നെല്ലിക്കാപ്പൊടി മുടി സംരക്ഷണത്തിന് പണ്ടുകാലം തൊട്ടേ നമ്മൾക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക. അപ്പം അത് നമുക്ക് അകാലനര തടയുന്നു. നെല്ലിക്കയിലുള്ള വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താനും അകാലനര വരുന്നത് തടയാനും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നെല്ലിക്കയുടെ വേറൊരു ഗുണമാണ് മുടിക്ക് ബലം നൽകുന്നു. മുടിയുടെ വേരുകളിൽ ശക്തമാക്കുന്നു. നെല്ലിക്ക യൂസ് ചെയ്യുന്നതോടുകൂടി ഒരു നാച്ചുറൽ കണ്ടീഷണർ പോലെ പ്രവർത്തിച്ച് മുടിക്ക് നല്ല മയവും തിളക്കവും നൽകാൻ നെല്ലിക്ക നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് നല്ലൊരു മുടിക്ക് നല്ല ഗുണമുള്ള കാര്യങ്ങളാണ് കരിഞ്ജീരകവും നെല്ലിക്കായും. ഈ ഓയില് നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറ്റി പുതിയ മുടികൾ വേഗത്തിൽ വളരാൻ നമ്മളെ സഹായിക്കും. മുടിക്ക് നല്ല കറുപ്പ് നിറവും ഉള്ളിൽ ലഭിക്കും. താരൻ പൂർണ്ണമായി മാറി തലയോട്ടി എപ്പോഴും വൃത്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നരയൊക്കെ വരുന്നതുകൊണ്ടല്ല, നമ്മൾ പ്രായമാകുന്നതിന് മുന്നെയൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് നരയൊക്കെ വരും. അപ്പൊ അതൊക്കെ മാറി നമുക്ക് നോർമലായി നല്ല കട്ടിയുള്ള കറുത്ത മുടി വരാൻ നമ്മളെ സഹായിക്കും. ഇവിടെ എടുത്തേക്കുന്നത് വെച്ചാൽ 250 വെളിച്ചെണ്ണയാണ്. അതിനകത്തിലോട്ട് നമ്മൾ കുറച്ച് കരിഞ്ജീരകം മിക്സിയിലിട്ട് അടിച്ചതും കുറച്ച് 2 വലിയ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇതുകൂട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പൊടി ആയതുകൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇതുകൂട്ടൊരു കളർ വരും. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം പുറത്ത് വെച്ച് വേണം ഇതുകൂട്ട് നമ്മൾ തവിയിട്ട് ഇളക്കി കൊടുക്കാൻ. അപ്പം ഗൈസ്, ഞാൻ എണ്ണയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. റെഡിയാക്കി കഴിഞ്ഞ ശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ലാസ്റ്റ്. അപ്പം എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്താൽ മതിയാകും. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നല്ല രീതിക്കല്ല, ചെറിയ ചൂടോടുകൂടി വേണം നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ. എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം ചെറുതായിട്ട്. അതിനുശേഷം നമ്മൾ ഒരു 15-20 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു ഷാമ്പൂ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് അത് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ ആഴ്ചയിൽ 3 തവണ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഇത് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊന്ന് തിന്നായിട്ട് പോകൂലേ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടും. കുറച്ച് കട്ടിയൊക്കെ ഉള്ളൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. പിന്നെ ഈ പ്രായമാകാതെ നരയ്ക്കുന്ന ആൾക്കാർ കാണുമല്ലോ, അപ്പൊ അവർക്ക് ഈ ഓയിൽ ഉപകാരപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ പിന്നെ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചീനച്ചട്ടിയിലായിരിക്കുമല്ലോ റെഡിയാക്കുന്നത്. അതൊരു ദിവസം അങ്ങനെ അതിനകത്ത് അടച്ചു വെച്ചേക്കണം നൈറ്റ് ഫുള്ള്. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അരിപ്പയുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടോ ആ വെളിച്ചെണ്ണ അരിച്ചെടുക്കാം. അതിൻ്റെ ചണ്ടി നമുക്ക് കളയാം.
അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ ബോട്ടിൽ സൂക്ഷിച്ചാൽ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ് സൂക്ഷിച്ചേക്കുന്നത്. അപ്പൊ അതിനകത്ത് സൂക്ഷിച്ചേക്കുക. നമുക്ക് 250 വെളിച്ചെണ്ണ ഒരു 3 മാസത്തേക്കൊക്കെ ഒരാൾക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ കാണും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.